പക്ഷേ വർക്ക് ഈ പദ്ധതി വന്നു കഴിഞ്ഞപ്പോൾ അതിലും ഗംഭീരമായിട്ടാണ്. ഞങ്ങൾക്ക് ഹാപ്പിയാണ് ഇപ്പം ഈ സാധനം വന്നതിന് ശേഷം. ഇപ്പോൾ ഫുട്പാത്ത് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. ഫുട്പാത്തൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ കടൽകയറ്റം തന്നെ ഇല്ല. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ചെല്ലാനത്തെ സീ വോൾ പദ്ധതി. ചെല്ലാനത്തുകാരുടെ കാലങ്ങളായുള്ള ജീവിത പ്രശ്നത്തിന് പരിഹാരം കാണാൻ പദ്ധതി കൊണ്ട് കഴിഞ്ഞു. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലും മന്ത്രിസഭ നിർമ്മാണ അനുമതി നൽകിയിട്ടുണ്ട്. മാനം കറുത്താൽ ആർത്തലച്ചെത്തുന്ന തിരകളെ പേടിച്ചിരുന്ന കാലം ചെല്ലാനത്ത് ഇപ്പോൾ പഴങ്കഥ. കടലാക്രമണത്തിൽ നിന്ന് ടെട്രാപോഡ് കടൽഭിത്തിയുടെ കോട്ട കെട്ടിയാണ് സർക്കാർ ചെല്ലാനത്തുകാർക്ക് സുരക്ഷയൊരുക്കിയത്. രാത്രികളൊക്കെ ഉറക്കമില്ലാണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ പല സ്ഥലത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് 2.5 വർഷമാകാൻ പോണു. ഞങ്ങൾക്ക് വളരെയധികം നന്മയാണുള്ളത്. കൊണ്ട് ഇപ്പോൾ സുഖമായിട്ട് പെരയിൽ കിടന്ന് ഉറങ്ങാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പല ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് വരെയുള്ള 7.32 കിലോമീറ്ററിലാണ് കടൽഭിത്തി നിർമ്മിച്ചത്. 347 കോടി രൂപ ചെലവ്. ഒരു 5-10 വർഷം ഞങ്ങളുടെ കടൽ കയറി ഭയങ്കര കടലാക്രമണം നടന്ന സ്ഥലമാണ്. ഒരുപാട് പേരുടെ വെള്ളം കയറി ഞങ്ങളിവിടുന്ന് ജീവിതം പേടിച്ചൊഴിഞ്ഞ് ഞങ്ങൾ എഴുവിനൊക്കെ പോയി നിന്നു. ഇപ്പോൾ ഞങ്ങളിത് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമായത്. കടൽഭിത്തി കെട്ടി വോക്ക് വേ മാതൃക സൃഷ്ടിച്ചതോടെ ചെല്ലാനത്തേക്ക് കാഴ്ചകൾ കാണാനും വൈകുന്നേരം ആസ്വദിക്കാനും വിദേശികൾ ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാരികളും എത്തുന്നുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ രസമുണ്ട്. 404 കോടി രൂപയുടെ രണ്ടാം ഘട്ടത്തിനും മന്ത്രിസഭ നിർമ്മാണാനുമതി നൽകിയിട്ടുണ്ട്. കടലാക്രമണം രൂക്ഷമായ കണ്ണമാലി ഭാഗത്താണ് 6.1 കിലോമീറ്ററിൽ രണ്ടാം ഘട്ട കടൽഭിത്തി നിർമ്മാണം. ശരാശരി 66 കോടിയിലധികം രൂപയാണ് 1 കിലോമീറ്റർ തീരസംരക്ഷണത്തിനായി സർക്കാർ കിഫ്ബിയിലൂടെ ചെലവഴിക്കുന്നത്. മനോരമ ന്യൂസ്, കൊച്ചി.